നമസ്കാരം. SB ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായി രാജൻ എന്ന് പറയുന്ന മന്ത്രിയെ വളരെ മോശമായി അധിക്ഷേപിച്ച ഇവിടുത്തെ സൈബർ കൂട്ടങ്ങൾ ഉണ്ട്. എല്ലാം കോൺഗ്രസ്സുകാരാണ്. അത് മാത്രവുമല്ല, അതിന് കൂട്ടുപിടിച്ചതും അത്തരത്തിലുള്ള ഒരു വാചകം ഇവിടെ പറഞ്ഞതും ചാണ്ടിയൂമൻ എന്ന് പറയുന്ന ഒരു യുവ നേതാവായി പോയി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഖേദകരമായ ഒരു വസ്തുത. ചാണ്ടിയൂമൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഒരിക്കൽ പോലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീണത്. കൂലിപ്പണി രാജൻ, അതായത് ഒരു മന്ത്രിയായ കെ രാജൻ എന്ന് പറയുന്ന റവന്യൂ വകുപ്പ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ഇവിടുത്തെ പുതുപ്പള്ളിക്കാരുടെ യുവ നേതാവായ MLA ആയ ചാണ്ടിയൂമൻ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല, കാരണം നിങ്ങൾ കോൺഗ്രസ്സുകാരനാണ്. അതിനുമപ്പുറം ആശ്രിത നിയമനത്തിലൂടെ മാത്രം MLA ആകാൻ വിധിക്കപ്പെട്ട ഒരു മുതലാളിത്തത്തിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന ചാണ്ടിയൂമൻ എന്ന് പറയേണ്ടി വരും. സ്വന്തമായി രാഷ്ട്രീയമായി എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാക്കിയെടുക്കാൻ ചാണ്ടിയൂമന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ട്, ശക്തമായി പ്രവർത്തിച്ചുകൊണ്ട് മുൻനിരയിലേക്ക് എത്തിയ ഒരു നേതാവാണോ ചാണ്ടിയൂമൻ? അല്ല. സ്വന്തം അപ്പ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയത് കണ്ട് അനുകരിച്ച് മുടി പോലും ചെയ്യാതെ തെണ്ടിത്തിരിഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ഒരു നേതാവിനപ്പുറത്തേക്ക് ചാണ്ടിയൂമൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഈ പറയുന്ന പാലക്കാർക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? പുതുപ്പള്ളിക്കാർക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ നമുക്കറിയാവുന്ന സുനാമി ഫണ്ട് ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്തായിരുന്നല്ലോ സുനാമി ഉണ്ടാകുന്നത്. ആ സുനാമിക്ക് വേണ്ടി പിരിഞ്ഞു കിട്ടിയ കോടിക്കണക്കിന് രൂപ വകമാറ്റി ചെലവഴിച്ചതിൻ്റെ പേരിൽ ലോകായുക്ത കേസ് നിലനിൽപ്പുണ്ടായിരുന്നു ഈ ഉമ്മൻചാണ്ടിയുടെ പേരിൽ. അതായത് ഈ പറയുന്ന നെഗളിച്ചുകൊണ്ട് നടക്കുന്ന ചാണ്ടിയൂമ്മൻ എന്ന് പറയുന്ന ആളിൻ്റെ പിതാവ്, അദ്ദേഹത്തിൻ്റെ പേരിൽ ലോകായുക്ത കേസെടുത്തിട്ടുണ്ടായിരുന്നു. C&AG റിപ്പോർട്ടിലും അത് കണ്ടെത്തിയിരുന്നു. ഇതെന്താണ് ചാണ്ടിയൂമ്മൻ മറന്നുപോയത്? ഇതേ നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഇതേ കോൺഗ്രസ്സുകാർ ചാണ്ടിയൂമ്മൻ്റെ കുടുംബത്തെ അടക്കം വലിച്ചിഴച്ച് തെരുവിലിട്ട് അടച്ചാക്ഷേപിച്ച ഒരു കാലം ഉണ്ടായിരുന്നു ചാണ്ടിയൂമ്മൻ നിങ്ങളുടേത്. അന്ന് പക്ഷേ ആ സമയത്തൊന്നും ഈ പറയുന്ന ഉമ്മൻചാണ്ടിയെ ആ രീതിയിൽ വിളിക്കാനോ പരിഗണിക്കാനോ ഇവിടുത്തെ ഒരു സാമൂഹ്യ മാധ്യമ രംഗത്തെ ഇടതുപക്ഷക്കാരും തയ്യാറായിരുന്നില്ല. ഒരു മാന്യത കാണിച്ചിരുന്നു അന്ന് ചാണ്ടിയൂമ്മൻ നിങ്ങളുടെ പിതാവിനോട്, ഉമ്മൻചാണ്ടിയോട്. സോളാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ കേരളത്തിലുള്ള കോൺഗ്രസ്സുകാർ മുഴുവൻ ഉമ്മൻചാണ്ടി കള്ളനാണെന്നും ഉമ്മൻചാണ്ടി നെറികെട്ടവനാണ് എന്ന് വിശേഷിപ്പിച്ച സമയത്തും അതിനെ ഏറ്റുപിടിക്കുക മാത്രമായിരുന്നു ഇവിടുത്തെ ഇടതുപക്ഷം ചെയ്തത്, ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ. അപ്പോഴും വംശീയമായി അധിക്ഷേപിക്കാനോ ഇത്തരത്തിലുള്ള അധിക്ഷേപ വാക്കുകൾ കൊണ്ടുവന്ന് തലയിൽ കൊട്ടിയിടാനോ ഒരു ഇടതുപക്ഷക്കാരനും ശ്രമിച്ചിരുന്നില്ല എന്ന്. ആ വിവാദ സ്ത്രീയുടെ പേര് ചേർത്തുകൊണ്ട് ഈ പറഞ്ഞ പ്രചരണം നടത്തിയത് നിങ്ങളുടെ കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്നുള്ളവരായിരുന്നു എന്ന് ചാണ്ടിയൂമൻ എന്നെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഒരുപക്ഷേ നിങ്ങളുടെ അതായത് ഉമ്മൻചാണ്ടിയുടെ സഹധർമ്മിണി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എവിടെയൊക്കെയോ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ഓർമ്മ. അപ്പോൾ ഇതാണ് ശരിക്കും കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം. ആ ചാണ്ടിയൂമൻ എന്ന് പറയുന്ന നേതാവ് കേരള രാഷ്ട്രീയത്തിൽ നേരെ ചൊവ്വേ ഒന്ന് നിവർന്ന് നിൽക്കാൻ പോലും കെൽപ്പില്ലാത്ത ചാണ്ടിയൂമൻ എന്ന് പറയുന്ന നേതാവ് കെ രാജൻ എന്ന് പറയുന്ന മന്ത്രിയെ വിളിച്ചത് അല്പം കടന്ന കൈ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഇവിടെ അവസാനിക്കുന്നില്ല. പക്ഷെ അതിന് അദ്ദേഹം വന്ന മറുപടി ഉണ്ടായിരുന്നു, വളരെ കൃത്യമായിരുന്നു. ഈ 5 വർഷം എന്നെ ഒരു വകുപ്പ് ഏൽപ്പിച്ച് തന്നിട്ട് മുതലാളി രാജൻ എന്നുള്ള പേര് കിട്ടാൻ വേണ്ടിയിട്ടല്ല എന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. ഈ പറയുന്ന കൂലിപ്പണി രാജൻ എന്ന് പറയുന്ന പേരാണെങ്കിൽ ഞാൻ ഏറ്റെടുക്കുന്നു, സഹർഷം ഏറ്റെടുക്കുന്നു, ശിരസായി ഏറ്റെടുക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഒരു ഇടതുപക്ഷ നേതാവിനെയും ആ പേര് കൊണ്ട് തളർത്തിക്കളയാൻ നിങ്ങൾക്ക് കഴിയില്ല കോൺഗ്രസ്സെ. നിങ്ങൾ എത്ര തവണ പാടുപെട്ട് പരിശ്രമിച്ചാലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള പെണ്ണുപിടിയന്മാരെയും നിരത്തി നിർത്തിക്കൊണ്ട് ഇറക്കിയിരുന്നാലും ശരി, ഈ പറയുന്ന ഈ ഇടതുപക്ഷക്കാരെ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളിലൂടെ തളച്ചിടുക സാധ്യമല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. പൊതുവെ എതിർക്കാൻ കഴിയാത്തതിനെ എന്തിനേയും ഈ രീതിയിൽ പ്രചരിപ്പിക്കുകയും ഈ രീതിയിൽ അവരെ ആക്ഷേപിക്കുകയും ചെയ്യുന്നത്, അവരെ ജാതീയമായി അധിക്ഷേപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പലപ്പോഴും കോൺഗ്രസ് പാർട്ടി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. 2021 കണ്ണൂരിൽ വെച്ച് നടന്ന ഒരു പൊതുപരിപാടിക്കിടയിൽ അന്ന് നിങ്ങളുടെ തലതൊട്ടപ്പൻ എന്ന് നിങ്ങൾ തന്നെ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുന്ന KPCCയുടെ അധ്യക്ഷനായിരുന്ന K. സുധാകരൻ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കെതിരായി വല്ലാത്തൊരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് ഒരുപക്ഷെ കേരളത്തിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ചെത്തുകാരൻ കോരൻ്റെ മകൻ എന്ന് വിളിച്ച് അടച്ചാക്ഷേപിച്ചിരുന്നു. അന്ന് എല്ലാവരും പറഞ്ഞു ഈ പറയുന്ന കുമ്പക്കൊടി വീട്ടിലെ സർവ്വധാരാളിത്തത്തിലും കഴിഞ്ഞുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന
കെ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപക്ഷെ പിണറായി വിജയൻ അങ്ങനെ ഒരു വ്യക്തി ആയിരിക്കാം. പക്ഷേ ആ വിളിയിൽ ആ പറയുന്ന ആ ഒരു തൊഴിലിലൂടെ ഈ പറയുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനുണ്ടായ ആ വളർച്ചയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ നിന്ന് അന്നം കഴിച്ചു തന്നെയാണ് ഞാൻ ജീവിച്ചത് എന്ന് ആത്മാഭിമാനത്തോടു കൂടി പറഞ്ഞ ഒരാളാണ് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ. കുമ്പക്കുടി സുധാകരൻ്റെ ധാരാളിത്തത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും പ്രഭുത്വത്തിൻ്റെയും കീഴിൽ ഒരിക്കലും ആ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിൻ്റെ തല കുമ്പിട്ടിട്ടില്ല, ഒരിക്കൽ പോലും. എന്ന് വെച്ചാൽ ഒരു മുതലാളിത്ത സമൂഹത്തിൽ നിന്നുകൊണ്ട് ജീവിക്കുന്ന, ജന്മിത്ത സമ്പ്രദായത്തിൽ ജീവിക്കുന്ന ഇത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചേറിലും ചെളിയിലും പണിയെടുത്തുകൊണ്ട് ജീവിക്കുന്നവരെല്ലാം വെറും കൂലിവേലക്കാരെ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന പഴയ ഒരു കോൺഗ്രസിൻ്റെ ബൂർഷ്വാ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയമാണ് ചാണ്ടി ഉമ്മനിലൂടെ വെളിവാകുന്നത്. അല്ലാതെ ഇതിൻ്റെ ഈ രീതിയിൽ അടച്ചാക്ഷേപിക്കുന്നതിലൂടെ ചാണ്ടി ഉമ്മൻ എന്ത് പ്ലഷറാണ്, എന്ത് സന്തോഷമാണ് അനുഭവിച്ചത്? ഈ പറയുന്ന അങ്ങനെ വിളിച്ച് ആക്ഷേപിക്കാൻ മാത്രം. അദ്ദേഹം പറഞ്ഞ വളരെ കറക്റ്റാണ്. കൂലിപ്പണി ചെയ്യുന്ന തൊഴിലാളി വർഗമാണെന്നേ, ഇടതുപക്ഷക്കാരെല്ലാം തൊഴിലാളി വർഗത്തിൻ്റെ ഭാഗമായിരുന്നേ, അങ്ങനെ തന്നെ ആയിരുന്നു. അതേസമയം ഒരു ഘട്ടത്തിൽ ഒരു സൈഡിൽ മാറി എന്നുകൊണ്ട് ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്തും ഇവിടെയുള്ള അതിനെതിരായി നാവണക്കി പണിയെടുത്തുകൊണ്ടിരുന്ന എല്ലാ നേതാക്കന്മാർക്കെതിരെയും ഇന്ദിരാഗാന്ധിയുടെ ഭരണകൂടം അടിച്ച് അവരെ ഒതുക്കാൻ ശ്രമിച്ചപ്പോഴും അതിന് കൂട്ടുനിന്നവരല്ലേ കോൺഗ്രസ്സുകാർ? നിങ്ങൾക്കുണ്ടായിരുന്നൊരു മഹനീയമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയ്ക്കുണ്ടായിരുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്ന വലിയൊരു ചരിത്രം ഉണ്ടായിരുന്നു. ആ ചരിത്രത്തെ പോലും വലിച്ചു കീറി 8ആയിട്ട് മടക്കിയെടുത്ത് ഏതോ വീടിൻ്റെ കോർണറിൽ കൊണ്ട് തൂക്കിയിട്ടിരിക്കുകയാണ് നിങ്ങൾ കോൺഗ്രസ്സുകാർ. ഇപ്പോൾ ഇവിടെ മുതലാളിത്തത്തിൻ്റെ കാവലാൾമാരായി നിൽക്കുന്ന ചാണ്ടി ഉമ്മനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിലും തളർത്താൻ കഴിയില്ല. നമുക്കറിയാം, കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മന്ത്രി, അദ്ദേഹം പയ്യന്നൂരിലെ ഒരു ക്ഷേത്രത്തിൻ്റെ ചടങ്ങിലെത്തി. വിളക്ക് തെളിയിക്കാൻ നേരം വിളക്ക് കൊളുത്താൻ വേണ്ടി ആ വിളക്ക് അദ്ദേഹത്തിന് നിലത്ത് വെച്ച് കൊടുത്തു. 2023 സംഭവം. വെറും 3 വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണിത്. അപ്പോൾ ഇവിടെയാണ് ഈ പറയുന്ന മുതലാളിത്തത്തിൻ്റെയും ജന്മിത്വത്തിൻ്റെ ഒരു വഴി ഇനിയും അടഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് ഇത്തരത്തിലുള്ള ചാണ്ടി ഉമ്മന്മാരിലൂടെയാണ്. ചാണ്ടി ഉമ്മൻ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കാൻ വേണ്ട യാതൊരു യോഗ്യതയും ഇല്ലാത്ത ഒരാളാണ് ചാണ്ടി ഉമ്മൻ എന്ന് പറയേണ്ടി വരും. ഒരാളെ വിമർശിക്കേണ്ടത് ആശയങ്ങൾ കൊണ്ട് വിമർശിക്കാൻ സാധ്യമല്ലാത്തിടത്താണ് അനാവശ്യമായ ആരോപണങ്ങൾ കൊണ്ട് മുന്നോട്ട് വരുന്നത്. രാഷ്ട്രീയമായി ഒരാളെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളിടത്താണ്. ഇവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ. ഇവിടെ കെ രാജൻ എന്ന് പറയുന്ന ഒരു മന്ത്രിയെ വയനാടുകാർക്ക് നന്നായി അറിയാം. അവരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന, അവരുടെ കണ്ണീരിനോടൊപ്പം നിന്ന് കണ്ണീർ പൊഴിക്കാൻ കഴിയുന്ന, അവരുടെ കണ്ണീര് ഒപ്പാൻ ശേഷിയുള്ള ഒരു മന്ത്രിയായിട്ട് തന്നെയാണ് അവർ കെ രാജൻ എന്ന് പറയുന്ന ഒരാളെ കാണുന്നത്. ഒരുപക്ഷെ ഒരു മന്ത്രിയായിട്ടായിരിക്കില്ല വയനാട്ടിലെ ആ ജനത കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ വന്നിരുന്നുകൊണ്ട് ഞാനിന്ന് ഹഗ് ചെയ്തോട്ടെ എന്ന് 3 കുഞ്ഞുങ്ങൾ മരിച്ച ഒരമ്മ ആ മന്ത്രിയോട് ചോദിക്കുന്നത്. എന്നിട്ട് ഒടുവിൽ പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ നിങ്ങൾ വരണം എന്ന് ആ മന്ത്രിയോട് സ്നേഹവായ്പോടുകൂടി കണ്ണീരിൽ കുതിർന്നുകൊണ്ട് ആ യുവതി പറയുമ്പോൾ ഞാൻ തീർച്ചയായും വരും എന്ന് തിരിച്ചു പറയാൻ ആ കെ രാജൻ എന്ന് പറയുന്ന മന്ത്രി കാണിക്കുന്ന ആ മനസ്സ് ഒരു കോൺഗ്രസ്സുകാരനും കിട്ടില്ലെന്നേ. ചാണ്ടി ഉമ്മൻ 1000 വട്ടം തലകുത്തി നിന്ന് തപസ് ചെയ്താലും അങ്ങനെ ഒരു കഴിവുണ്ടാകില്ല. അങ്ങനെ ജനകീയനായി മാറാൻ സാധിക്കില്ല. ഉമ്മൻചാണ്ടിയെ പോലെ മുടി ചീക നടന്നുകൊണ്ടോ വളരെ വേഗത്തിൽ ഓടിച്ചാടി നടന്നുകൊണ്ടോ കാര്യമില്ലെന്നേ. രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കണം, ജനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് കെ രാജൻ ധൈര്യമായി അവിടെ നിന്നുകൊണ്ട് വേദിയിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, കല്ലിന് മുകളിൽ കല്ല് വെച്ച്, അവിടെ വെറും കല്ലിട്ട് മടങ്ങാൻ വന്നവരല്ല ഞങ്ങൾ, കല്ലിന് മുകളിൽ കല്ല് വെച്ച് അതൊരു വീടായി ടൗൺഷിപ്പായി മാറുന്നത് കണ്ടിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകൂ എന്ന് ഉച്ചത്തിൽ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞ മന്ത്രി ഉണ്ടെങ്കിൽ അത് കെ രാജനാണെന്നേ. ഇവിടെ ഒരു സംവിധാനം ഉണ്ടായിട്ട് തന്നെയാണെന്നേ മന്ത്രിക്ക് അങ്ങനെ ഉച്ചത്തിൽ പറയാൻ കഴിഞ്ഞത്. ആ വയനാടുകാരുടെ സ്വന്തം മന്ത്രിയെയാണ് നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ മകൻ, അതായത് ആശ്രിത നിയമനത്തിലൂടെ MLA പദവി കിട്ടിയ ചാണ്ടി ഉമ്മൻ ഈ രീതിയിൽ ആക്ഷേപിച്ചിരിക്കുന്നത്. വളരെ മോശമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഈ കഴിഞ്ഞ ഞാൻ പറഞ്ഞു വെച്ച 3 സംഭവങ്ങളിലൂടെ ഇത് മാത്രമല്ലെന്നേ, ഇവിടെ കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരി വന്ന് കേരളം വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ലോകമെമ്പാടും വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് ശക്തയായി ഇവിടെ നിന്ന് ഇറങ്ങി നിന്നുകൊണ്ട് നമ്മളെ മുന്നിൽ നിന്ന് നയിച്ചൊരു മന്ത്രി ഉണ്ടായിരുന്നു, ശൈലജ ടീച്ചർ. ആ ശൈലജ ടീച്ചറെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്ന നിങ്ങളുടെ KPCC അധ്യക്ഷൻ എന്താണ് വിളിച്ചത്? റോക്കിംഗ് സ്റ്റാർ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു. കോവിഡ് റാണി എന്ന് വിളിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ ടീച്ചറെ ബോംബമ്മ എന്ന് വിളിച്ചു. കേരളം മുഴുവൻ ടീച്ചറമ്മ എന്ന് വിളിച്ചപ്പോൾ ഈ കോൺഗ്രസ്സുകാർ ബോംബമ്മ എന്നാണ് ആ ടീച്ചറിനെ വിളിച്ചത്.
അപ്പോൾ അധിക്ഷേപങ്ങൾ ഇങ്ങനെ നിരന്തരം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് നിങ്ങൾ പഠിച്ച ശീലത്തിൻ്റെ ഭാഗമാണെന്നേ. അപ്പോൾ അതിലൊന്നും തളരുന്നവരല്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു മന്ത്രിമാരും ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരും ഒരു ഇടതുപക്ഷ പ്രവർത്തകനും എന്ന് ഓർത്തിരുന്നാൽ നന്ന്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.